എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 65-ാം ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. അംബിക ലക്ഷ്മി വീണാപാണിയാൽ വാണീദേവിക്കിമ്പമായി രമിച്ചിടാൻ സാമ്പ്രതം ചൊല്ലിയിടുന്നോരൊൻപതക്ഷരേശ്വരൻ ശ്രീഭൂതനാഥൻ പാദപങ്കജങ്ങളെ ഭക്തിയാ പൂജിച്ചാൻ മഹാരാജൻ. പൂജ്യമാം പൂജാകർമ്മം ചെയ്ത് കൈവണങ്ങിയും ശ്രീഭൂതദേവൻ തന്നെ മാനസെ പ്രതിഷ്ഠിച്ചും ഭൂതിപൂർണനാം ദേവവദനാംബുജം പാർത്ഥം ഭൂതമാനസൻ പാണ്ഡ്യൻ പ്രീതനായി ഉരച്ചപ്പോൾ ദീനവത്സല മഹാകാരുണ്യവാരാന്നിധേ ദീനനാമടിയനിൽ കൃപലേശവുമുണ്ടെന്നാകിൽ കർമ്മലക്ഷണങ്ങളും കർമ്മകാണ്ഡവും ഭവാൻ നർമ്മമായി അരുൾ ചെയ്യൂ കർമ്മസാക്ഷിണേ നാഥ. പാപകർമ്മങ്ങൾ തന്നാൽ പാരിതിൽ മനുഷ്യർക്ക് ഘോരമാം പാപമുഖങ്ങൾ പാരമായി പെരുകുന്നു. പാപമോചനത്തിനും ഭഗവത് കൃപയ്ക്കായും പാപഭഞ്ജന കർമ്മബന്ധങ്ങൾ ചൊല്ലേണമേ. പാപഭഞ്ജനൻ മഹാകാരുണ്യവാരാനിധി ദീനനാം പിതാവിനെ തൃക്കൺ പാർത്തുകൊണ്ടപ്പോൾ പാപനാശനത്തിനായി അരുളിത്തുടങ്ങിനാൻ ശ്രീ മഹാഗൗരിക്കെന്നും പ്രിയനാം മണികണ്ഠൻ. മന്നവാ കർമ്മങ്ങളെ മർമ്മമായി വിചാരിക്കിൽ സഞ്ചിതം പ്രാരാബ്ധങ്ങൾ രണ്ടായി തിരിച്ചിടാം. ചൊല്ലുന്നു ബന്ധങ്ങളും രണ്ടിനും മഹത്തുക്കൾ നല്ലതായി എല്ലാവരും പ്രാരബ്ധം സഹിക്കേണം. ജന്മങ്ങൾ ലഭിപ്പോർക്ക് പ്രാരബ്ധം സുനിശ്ചയം സഞ്ചിതങ്ങളും പിന്നീട് ഒട്ടിയങ്ങെത്തിയിടുമേ. സഞ്ചിതങ്ങളെ പോക്കാൻ ബ്രഹ്മത്തിൽ ചിത്തം ചേർക്കിൽ സഞ്ചിതങ്ങളും അഹോഭസ്മമായി തീർന്നിടുമേ. തന്മനം തന്നെ ബ്രഹ്മപാദത്തിലേറിയിടുവാൻ എന്നുടെ ഭക്തർക്കെന്നും സാധ്യമാം നരാധിപ. ഭൂമിയിൽ ജാതന്മാരാം മനുജർക്കെല്ലാവർക്കും ധീമതേ ശരീരങ്ങൾ ത്രിവിധം ഭവിക്കുന്നു. കാരണം സൂക്ഷ്മം സ്ഥൂലം ഈ വിധം ശരീരങ്ങൾ കാണുന്നു മൂന്നായിട്ടീ മത്സ്യജന്മികൾക്കെല്ലാം. നമ്മൾക്ക് കണ്ടിടുന്ന ഗാത്രങ്ങൾ സ്ഥൂലങ്ങളും മറ്റത് സൂക്ഷ്മം തന്നാൽ നിദ്രയിൽ സ്വപ്നങ്ങളെ കാൺമതിനെളുതായിട്ടുള്ളതാം ശരീരങ്ങൾ. മൂന്നാമതാവും ദേഹം കാരണ ശരീരവും കാരണഗാത്രത്തിൻ്റെ സ്ഥാനമോ മനതാരിൽ ചേർന്ന് നിൽപ്പതും അത്ര സഞ്ചിത സമന്വിതം. അഗ്നിയിൽ താപം പോലെ സഞ്ചിതങ്ങളുമായി നിൽക്കുന്നു മനസ്സിങ്കൽ കാരണ ശരീരങ്ങൾ. ജാഗ്രത്തിൽ സ്ഥൂലം കൂടാതവിടെ ചരിപ്പാനും സാധ്യമായിടുമാർക്കും കാരണഗാത്രങ്ങളാൽ. മിഥ്യകൾ ജനിപ്പിപ്പാൻ പ്രാപ്തമാം ശരീരത്താൽ നിശ്ചയിച്ചെത്തും ദുഃഖം കാരണം മൂലങ്ങളും. ജനികൾ മരിച്ചിടും നേരത്ത് പ്രാരബ്ധങ്ങൾ തനിയെ നിലച്ചിടും സ്ഥൂലങ്ങൾ നശിച്ചിടും. മരണം വരുത്തുന്നു നാശങ്ങൾ സ്ഥൂലങ്ങൾക്കും അപരർ വീണ്ടും മേലിൽ കേമമായി തുടർന്നിടും. ഇങ്ങനെ തങ്ങിയിടുന്ന സൂക്ഷ്മകാരണങ്ങളാൽ വിചിതൻ ബലം മൂലം ജന്മങ്ങൾ തുറന്നിടും. മൃതിയാൽ സ്ഥൂലങ്ങൾക്ക് നാശങ്ങൾ ഭവിച്ചാലും കാരണ സൂക്ഷ്മങ്ങളിൽ ജീവനും ചരിച്ചിടും. മർത്യദേഹത്താൽ ജീവൻ ചെയ്താം കർമ്മങ്ങളെ സത്തായി തിരിച്ചിടും പുണ്യപാപങ്ങളെന്നായി. വിദ്രുതം പുണ്യങ്ങൾക്ക് ജാസ്തിയെങ്കിലോ ജീവൻ പുണ്യലോകത്തിൽ സൂക്ഷ്മദേഹമായി വസിച്ചിടും. പാപകർമ്മത്തിൻ തൂക്കമേറെയായി വരുന്നാകിൽ കാലദേശത്തിൽ ജീവൻ സൂക്ഷ്മമായി വലഞ്ഞിടും. ആയതിനു ശേഷം സ്ഥൂലദേഹത്തിനേറ്റ കാലം ചന്ദ്രമണ്ഡലം ബുക്ക് സൂക്ഷ്മവും വസിച്ചിടും. ചന്ദ്രമണ്ഡലെ കഴിഞ്ഞിടുന്ന നാളിൽ തത്ര സൂര്യതേജസ്സാൽ സൂക്ഷ്മം ദ്രവമായി ഭവിച്ചിടും. ചന്ദ്രശീതളം തന്നാൽ ദ്രവവും തണുത്തഹോ തോയമായി പതിച്ചിടും സൂക്ഷ്മവും ഭൃത്യയെങ്കിൽ സ്വേദമായി ഭവിച്ചിടും ഭൂമിക്ക് സൂക്ഷ്മം തത്ര സ്വേദജങ്ങളായി സസ്യജാലങ്ങൾ കിളിർത്തിയിടും. ജീവികൾ ഭോജ്യത്തിനായുള്ള സസ്യങ്ങളെ വേഗേന ഭുജിച്ചിടും മൂലമായി സസ്യങ്ങളും രക്തമായി രേതസ്സായി ശുക്ലമായി ദേഹങ്ങളിൽ നിശ്ചയം ജന്മങ്ങൾക്ക് മൂലങ്ങൾ ഉണ്ടാക്കിയിടും. പൃഥ്വിയിൽ ജീവന്മാർക്ക് ജന്മചക്രങ്ങൾ കാണുവാൻ പൃഥ്വീശാമാർഗങ്ങൾ ഇങ്ങനെ വന്നിടുമേ. ജന്മങ്ങൾ ലഭിക്കുമ്പോൾ കർമ്മങ്ങൾ മൂലം പാപം ജന്മികൾ കണഞ്ഞിടും കന്മഷം ഭവിച്ചിടും. പിന്നെയും മൃത്യുവെത്തി ജന്മികൾ മരിച്ചിടും. പിന്നെയും മുന്നേ പോലെ ജന്മചക്രങ്ങൾ തന്നെ കർമ്മജാലങ്ങൾ ശക്തിയാ ജീവന്മാർ ജനിമൃതേ തങ്ങാതെ ലഭിച്ചഹോ തപിച്ചു ദുഃഖിക്കുന്നു. ഭാനു തേജസ്സാൽ തോയം ബാഷ്പമായി ഉയർന്നിടും. അമ്പരെ മേഘങ്ങളും തണുക്കും മഴയാകും. ഭൂമിയിൽ പതിച്ചിടും ജലിയായി ഗമിച്ചിടും. സാഗരെ ലയിച്ചിടും പിന്നെയും രവി തന്നാൽ ബാഷ്പമായിടും. മേലിൽ മേഘങ്ങളായിടുമേ മാരിയായി വർഷം ചെയ്ത് ഭൂമിയിൽ പതിച്ചിടും. ഈ വിധം വൃത്താകാര യാത്ര ചെയ്യുന്നു തോയം മൂലമോ രവിതാപമാണെന്ന് ധരിച്ചാലും. ഈ വിധം ജീവന്മാരും കർമ്മജാലങ്ങൾ മൂലം ആകുലപ്പെട്ടിടുന്നു ജന്മങ്ങൾ നിമിത്തമായി.
ജന്മങ്ങൾക്കാധാരങ്ങൾ ദൈവനിശ്ചയമെന്നും ജന്മങ്ങൾക്കെടുത്തിടാൻ ദൈവമെന്നേ ആർക്കും ഇമ്മഹീതലത്തുങ്ങളിൽ സാധ്യമല്ലെന്ന് ബുധർ സമ്മതം ചൊല്ലിയിടുന്നെത്രയും സത്യമോർക്കിൽ. മൃത്യുവക്രത്തിൽ സ്ഥൂലഗാത്രങ്ങൾ പതിക്കുമ്പോൾ മൃത്യുവും പ്രാരാബ്ധങ്ങൾ എത്തിക്കുമെന്നാകിലും ഭൂമിയിൽ ജാതന്മാരാൽ ചെയ്ത കർമ്മങ്ങൾ കേവലം ചെറുതന്നെ ബാക്കിയായി തീർന്നിടുമേ. ശേഷമായി നിക്ഷേപത്തിൻ രൂപമായി കർമ്മങ്ങളും ഊർധ്വലോകത്തേക്കായി പോയിടും അസംശയം. ഊർധ്വവാസിയാൻ ജീവനീ ഉള്ള കർമ്മങ്ങളെ പ്രാപ്തമായി തപിച്ചിടും ഈശ്വരേച്ഛയാ നൂനം. ഈശ്വരേച്ഛയാ ദേശപാലകൻ മഹാരാജൻ ആശയായി ചൊല്ലി ഭൂതനാഥനോട് അന്നേരത്തിൽ, കന്മഷവിനാശന കാരുണ്യവാരാനിധേ, എന്നിലെ ദുരിതങ്ങൾ പോക്കുവാൻ കൃപയേകൂ. മർത്യന്മാർ ചെയ്യും പാപകർമ്മങ്ങൾക്കനുസൃതം മർത്യന്മാർക്കെത്തിയിടുന്ന സഞ്ചിത ദുഃഖങ്ങളെ മർത്യരക്ഷക ഭവാൻ എന്നോട് ചൊല്ലേണമേ. മർത്യനാം ഞാനെന്തിരുപാദങ്ങൾ പണിയുന്നേൻ. ഈശനാ മഹാദേവനന്ദനൻ മണികണ്ഠൻ ദോഷമറ്റിയിടാൻ പാണ്ഡ്യരാജനോടോതി മുതാ, രാജരത്നമേ ഭവാൻ പ്രീതനായി കേട്ടാലുമേ. മാനസം വാചീ കർമ്മം മൂവിധ കർമ്മങ്ങളാൽ ഭൂവിതിൽ നരർ ചെയ്തു മേവുന്ന കർമ്മങ്ങൾ തൻ കേടുകൾ നീങ്ങിടുവാൻ ജന്മലക്ഷങ്ങൾ കൊണ്ടും ആവതല്ലാതായി വരുമെന്നൊന്നു നനയ്ക്കുമ്പോൾ ജീവനായി വരുത്തേണം എന്നുടെ വിചാരങ്ങൾ. ജീവികൾ മുതാ എൻ്റെ നാമങ്ങൾ ജപിക്കുമ്പോൾ ജീവികൾ കണഞ്ഞിടും നിത്യമാം കൈവല്യങ്ങൾ. ത്രിവിധങ്കരണങ്ങളാൽ ജന്മമൊന്നിങ്കൽ മർത്യർ വിവിധം ചെയ്തിടുന്ന കർമ്മജാലങ്ങൾ ഫലം കോടിയിലൊരംശത്തെ പ്രാരാബ്ധമാക്കിയിടുമേ. സ്ഥൂലങ്ങൾ പതിക്കുമ്പോൾ ഇവയും നശിച്ചുപോം. ബാക്കിയാം ഭാഗങ്ങളെ സഞ്ചിതം ചെയ്യിച്ചുടൻ മാനസം തന്നിൽ ചേർത്ത് നിർത്തുമെന്നറിഞ്ഞാലും കോട്യംശ പ്രാരബ്ധത്തിൻ ക്ലേശം ഈ വിധമെങ്കിൽ തീരുമോ കേടായ്മയും സഞ്ചിതമെന്നാളിലും. മൃത്യുവാൽ പ്രാരബ്ധങ്ങൾ ബ്രഹ്മസംബന്ധം തന്നാൽ ചിത്തത്തിലണഞ്ഞിടും സഞ്ചിതങ്ങളും ഭസ്മം. ചിത്തത്തെ ബ്രഹ്മം തന്നിലെത്തിപ്പാൻ കലികാലം മർത്യരിൽ തടസ്സങ്ങൾ എത്തിക്കും. അതിനാലെ കൃത്യമായി നവാക്ഷരി സേവയെ ചെയ്തിടുകിൽ എത്തുമാറാകും ചിത്തം ബ്രഹ്മത്തിലറിഞ്ഞാലും. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.